ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും വെറും 2.5 കിലോമീറ്റേഴ്സ് മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. ഈ കാണുന്ന വീട്ടിൽ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വെറും 2.5 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ട് വീടാണ്. വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്ന ഒരു വീടും കൂടിയാണ്. നമുക്ക് വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാൻ പറഞ്ഞു, ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് അടുത്തായിട്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ HMT ജംഗ്ഷനാണ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളത്. HMT ജംഗ്ഷനിലേക്ക് വെറും 5 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. എയർപോർട്ട് ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എത്താം. വെറും 16 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഇൻഫോ പാർക്കിലേക്കാണെങ്കിലും മറ്റേത് സ്ഥലങ്ങളിലേക്കും എത്തുന്നതിനേക്കാൾ എളുപ്പത്തിലെത്താം. വെറും 9 കിലോമീറ്റർ മാത്രമാണ് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം. ഇനിയിപ്പോൾ എടപ്പള്ളി സൈഡിലേക്കാണ് നമുക്ക് പോകണ്ടെങ്കിൽ വെറും 8 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ നമുക്ക് എടപ്പള്ളിയിലേക്കും എത്തിപ്പെടാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്ന ഒരു വില്ല തന്നെയാണിത്. അപ്പോൾ ഇതിന്റെ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. നമുക്ക് ബസ് റൂട്ടിൽ നിന്നൊക്കെ വെറും 500 മീറ്റേഴ്സിന് താഴെ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നിറയെ വില്ലകളുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഏകദേശം ഒരു 10-12ഓളം വില്ലകൾ വരുന്നതിൽ മെജോറിറ്റി വീടുകളിലും ആളുകൾ താമസമായതാണ്. ഒരു 2-3 വീടുകളുടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞ ഈ ഒരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മതിലിൽ നിന്നൊക്കെ തുടങ്ങാം. നല്ല ഭംഗിയായിട്ട് ഒരു വൈറ്റ് കളർ പെയിന്റിൽ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ബോർഡർ ലൈനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഹനങ്ങൾ കയറാനായിട്ട് ഇതിനകത്ത് പോർച്ചിലേക്ക് വാഹനങ്ങൾക്ക് കയറാനായിട്ട് ഈ ഒരു വലിയ മെയിൻ ഗേറ്റ് നമുക്കുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡും ഡബിൾ ഫോൾഡിംഗ് മെത്തേഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നടന്നു കയറണമെങ്കിൽ വാഹനങ്ങൾ വേണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ഗേറ്റ് കൂടി യൂസ് ചെയ്യാവുന്നതാണ്. മതിലൊക്കെ വന്നിട്ടാണെങ്കിൽ GS സ്ക്വയർ ട്യൂബിന്റെ നല്ല ഭംഗിയുള്ള വർക്കുകളും ഡിസൈനുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലേസർ കട്ട് ഡിസൈനുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ പെയിന്റ് ആണ്. ഇടയ്ക്കുള്ള ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ലൈൻസ് വന്നിട്ടുണ്ട്. ക്ലാഡിംഗ് സ്റ്റോൺസുകൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ നോക്കുവാണെങ്കിൽ ആ ഒരു റൂഫിങ്ങിന്റെ ഭാഗത്തൊക്കെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും പെയിന്റിങ്സും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ട് LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. വീട്ടിലേക്ക് നമ്മൾ കയറുന്ന എൻട്രൻസ് ഈ കാണുന്നതാണ്. നമുക്ക് ഇവിടെ കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് നിങ്ങൾക്ക് കാണാം. ഈ കാണുന്ന പോർച്ചിൽ നമുക്ക് ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. ഇതിന്റെ ഫ്ലോറിങ് ഈ കാണുന്ന സറൗണ്ടിങ് ഏരിയാസ് എല്ലാം നോക്കുവാണെങ്കിലും കാണാം സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലെല്ലാം ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകൾ വന്നിട്ടാണെങ്കിൽ ക്ലാഡിംഗ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഈ ഒരു ഇതിന്റെ കവറിങ് വന്നിട്ട് ഒരു ഹാഫ് പോർഷൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ്. നമുക്ക് അവിടെ അത്യാവശ്യം ഇരിക്കാനൊക്കെ കാറുകളില്ലാത്ത സമയത്ത് അവിടെ ഇരിക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വീടിന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഏകദേശം ഈ ഒരു സ്റ്റോൺസ് വിരിച്ചിരിക്കുന്ന ഏരിയ കഴിഞ്ഞാൽ ബാക്കി ബാക്ക് സൈഡിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. സൈഡിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾക്കൊരു നമ്മളുടെ ഗ്യാസ് സിലിണ്ടേഴ്സ് ഒക്കെ വെക്കാനുള്ള സ്പേസും കാണാം. ആ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വർക്ക് ഏരിയ വരുന്നത്. ഇനി നമുക്ക് വീടിന് എൻട്രൻസ് കിടന്നിട്ട് റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് 2 വീലേഴ്സ് ഒക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് കിണർ ഇവിടെ ആയിട്ടാണ് വരുന്നത്. നല്ല ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന നല്ലൊരു കിണർ ഇവിടെയുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് വെള്ളത്തിനുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പൈപ്പ് വാട്ടർ KWയുടെ വാട്ടർ കണക്ഷനും കൂടിയാണ് ഉള്ളത്. വീടിന് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴും ഇതുപോലെ തന്നെ ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഭാഗം ചെന്ന് എൻഡ് ചെയ്ത് നമ്മളുടെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഇപ്പൊ ഞാൻ കയറി നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. നല്ല നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. 3-4 ചെയറുകളൊക്കെ ഇവിടെ ഇടാനുള്ള സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. സിറ്റ് ഔട്ടിന്റെ മുകളിലും കാർ പോർച്ചിന്റെ മുകളിലും ഒക്കെ ആയിട്ട് ഭംഗിയുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത് 3 സെന്റ് ഓഫ് ലാൻഡിലാണ്. 3 സെന്റ് ആണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. 1500 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. കളമശ്ശേരിക്ക് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടിന് ബഡ്ജറ്റ് ആണ് ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് എടുക്കാനുള്ളത്. ആ ബഡ്ജറ്റ് അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക. വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. 2 പീസിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ഇതിന്റെ മെയിൻ ഡോർ വരുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിന്റെ ദർശനം വരുന്നത്. ഈ കാണുന്ന മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിംഗ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ടൈല് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ടുള്ള ഒരു വൈറ്റ് കളറിൽ ഒരു ചെറിയ ഡിസൈൻ വരുന്ന ഒരു ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൊമാനിയുടെയാണ് ടൈലുകൾ ഇവിടെ ബ്രാൻഡായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് 2 സൈഡിലായിട്ട് വിൻഡോസ് കാണാം. നല്ല ഭംഗിയായിട്ട് തന്നെയുള്ള വിൻഡോകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോകളിലേക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ആ ഒരു ടീക്ക്വുഡിന്റെയൊക്കെ ഡിസൈൻ വരുന്ന പെയിന്റിംഗ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മുകളിലേക്ക് നോക്കുവാണെങ്കിലും കാണാം ഭംഗിയായിട്ടുള്ള റൂഫിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
ഇവിടെ നിന്ന് നമുക്ക് ഡൈനിങ്ങിന്റെ എൻട്രൻസിലേക്ക് പോകുന്ന ആ ഒരു ഭാഗം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം വളരെ ഭംഗിയായിട്ട് ഇതുപോലെ എൻട്രൻസ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ TV യൂണിറ്റ് വെക്കാനായിട്ട് ഇവിടെ ഒരു വോൾ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇവിടെ ഒരു കസ്റ്റമൈസ് ചെയ്തിട്ട് തീർച്ചയായിട്ടും ഒരു TV യൂണിറ്റ് വെക്കാവുന്നതാണ്. അതല്ല ഡൈനിങ് സ്പേസിൽ വെക്കണമെങ്കിൽ നമുക്ക് അവിടെയും അതിനുള്ള ഏരിയ അവൈലബിൾ ആണ്. ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 8 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്പേസ് ആണ് ഇവിടെ ഡൈനിങ്ങിൽ കിട്ടുന്നത്. ഡൈനിങ്ങിലേക്ക് വരുന്ന എൻട്രൻസ് നോക്കിയാൽ കാണാം, ആ ഒരു ലെഫ്റ്റ് സൈഡിലൊക്കെ ആണെങ്കിൽ മുകൾ ഭാഗത്ത് നല്ല ഭംഗിയായിട്ടുള്ള യെല്ലോ പെയിന്റിംഗ് ഒക്കെ കൊടുത്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് റൂഫിലെ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭംഗിയായിട്ടൊരു ബ്ലാക്ക് കളറിലെ ഗ്രാനൈറ്റിലാണ് സ്റ്റെപ്പുകളൊക്കെ ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള ഹാൻഡ് റൈൽസ് നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഏറ്റവും ടോപ്പ് എൻഡ് വരെ ആ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാറുകളിട്ട് സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് വാഷ് ഏരിയ വരുന്നത്. ആ ഒരു വാഷ് ബേസിൽ ഇട്ടിരിക്കുന്നത് ഇവിടെയായിട്ടാണ്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കിയാൽ കാണാം, ഭംഗിയായിട്ടുള്ള ബ്ലാക്ക് കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. താഴെയാണെങ്കിലും സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ആ ഭാഗത്ത് നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെയും നമുക്ക് 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ നമുക്ക് വുഡുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഞ്ഞിലയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ വുഡുകൾ ചെയ്തിരിക്കുന്നത്. അകത്തുള്ള പാർട്ടീഷൻ ഭാഗങ്ങളൊക്കെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഈ ഒരു കേബിളുകൾ അതുപോലെ സ്വിച്ചസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഗാർഡിന്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം വന്നിട്ട് ജെറയുടെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ഇട്ടിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. നമുക്ക് ഇവിടെ താഴെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത്. അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഏകദേശം ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 10x11 ആണ് ഇതിന്റെ സൈസ് വരുന്നത്. ഫീറ്റ് അളവാണ് ഞാൻ പറഞ്ഞത്. 10x11 ഫീറ്റ് ആയിട്ടാണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഇവിടെ ഈ ഒരു 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്ത് നമുക്ക് 3 വിൻഡോസ് അവൈലബിൾ ആണ്. ഇവിടെയായിട്ടാണ് നമുക്കൊരു വാർഡ്രോബ് കിട്ടുന്നത്. നല്ല ഭംഗിയായിട്ട് നമ്മൾ അധികം കാണാത്ത ഡിസൈനിലുള്ള ഒരു ഭംഗിയുള്ള വാർഡ്രോബ് വിത്ത് മിററോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ടൈലുകളുടെ കളർ കോമ്പിനേഷൻ നോക്കിയാൽ കാണാം, ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു, സെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസ് കണ്ടു കഴിഞ്ഞു, നമ്മൾ ലിവിംഗ് ഏരിയ കണ്ടു, ഒരു ബെഡ്റൂം കണ്ടു. അതിനുശേഷം നമ്മൾ കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് ഈ കാണുന്ന ഈ ഒരു വർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. നമുക്ക് ലിവിംഗ് സ്പേസിൽ നിന്നും ഡൈനിങ്ങിലേക്കുള്ള പാർട്ടീഷൻ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് വെറുതെ വെച്ചിരിക്കുകയല്ല, അതിന് താഴെയുള്ള ഭാഗങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലും കൂടിയാണ് ഇവിടെ ഈ ഒരു മൾട്ടിവുഡ് കൊണ്ടുള്ള പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചണിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ടൈലുകളുടെ ഒക്കെ ഒരു കളർ കോമ്പിനേഷനിൽ ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. ഗ്രിപ്പോട് കൂടിയിട്ടുള്ള ഒരു ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ നോക്കുവാണെങ്കിൽ കാണാം, വൈറ്റ് കളറുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസും ഇവിടെ 2 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം നോക്കുവാണെങ്കിൽ ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് മുകളിലും താഴെയൊക്കെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഫ്ലോർ വന്നിട്ട് ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ സൈഡിലുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ഭംഗിയായിട്ട് കളർഫുൾ ടൈലൊക്കെ വിരിച്ചിട്ടാണ് സേഫും സെക്യൂറും ഒക്കെ ആക്കിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു വർക്ക് ഏരിയ സ്പേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സ്റ്റെപ്പ് കയറി വന്നിട്ടുള്ള മുകൾ ഭാഗത്താണ്. ഇവിടെ എല്ലാം വരെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ബാറുകൾ ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് നേരെ റൂഫിലേക്ക് നോക്കിയാൽ കാണാം, ഈ ഒരു ഭാഗത്ത് ഭംഗിയുള്ള ഒരു റൂഫിംഗ് വർക്കും 3 ഷാൻലിയറുകളും ഒക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ്, എന്നാൽ നല്ല ഭംഗിയായിട്ടാണ് റൂഫിലെ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ്, ഇങ്ങനെ ഒരു ഹാളാണ് കിട്ടുന്നത്. നമുക്ക് TV ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നേരെയായിട്ടും എവിടെ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അവിടെ എല്ലാം തന്നെ നമുക്ക് അതിനുള്ള പവർ പോയിന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫസ്റ്റ് ഫ്ലോറിലുള്ള TV വെക്കാനുള്ള സ്പേസ് ഒക്കെ തീർച്ചയായിട്ടും അറേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഭാഗത്ത് 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. താഴെ നമ്മൾ ഒരെണ്ണമാണ് കണ്ടത്. ബെഡ്റൂമുകളുടെ ഒക്കെ ഡോറുകളുടെ പാറ്റേൺ ഒക്കെ സെയിം തന്നെയായിട്ടാണ് ചെയ്തിരിക്കുന്നത്.
ഇവിടേക്ക് വരുന്ന സമയത്ത് മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ സൈസ് വന്നിട്ടാണെങ്കിലും 10-11 ഫീറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 10x11 ഫീറ്റ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3 വിൻഡോസ് കാണാം. ഈ ഭാഗത്തായിട്ട് 2 വിൻഡോസുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് റൂഫിലോ വർക്കില്ലാത്ത വീടുകൾ ഉണ്ടോ എന്നുള്ളത്. ഈ ഒരു വീട് നമ്മുടെ ബെഡ്റൂമുകളിലൊന്നും റൂഫിംഗ് വർക്കുകൾ ചെയ്യാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മോഡൽ തന്നെയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ താഴെ കണ്ടതുപോലെ ഒരു സെയിം വാർഡ്രോബാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. വിത്ത് മിററോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ തന്നെയാണ് ടൈലുകളുടെയൊക്കെ കളർ കോമ്പിനേഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞു. അതിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ കയറി വന്നിരിക്കുന്നത്. അതിന്റെ ഒരു സൈസ് നോക്കുവാണെങ്കിൽ 13x12 ഫീറ്റ്, 13x12 ഫീറ്റ് ആണ് ഇതിന്റെ ഒരു സൈസ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഫാമിലി കോട്ട് ഇട്ടാലും നമുക്ക് വീണ്ടും എക്സ്ട്രാ സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു സൈസ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ആ ഭാഗത്തും 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെയൊക്കെയുള്ള ബെഡ്റൂമുകളിൽ കണ്ട സെയിം വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെയിം ടൈലുകളുടെ കളർ കോമ്പിനേഷൻസ് തന്നെയാണ് അവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്നും തുറക്കുന്ന ഡോറ് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. ബാൽക്കണി വന്നിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മുകളിലുള്ള ഷെയ്ഡുള്ള ഭാഗത്തൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഹാൻഡ് റെയിൽസ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ കാണാം ചുറ്റിനും വില്ലകളുണ്ട്. മെജോറിറ്റി വില്ലകളിൽ ആളുകൾ താമസമായതാണ്. 2 വില്ലകളുടെ കൂടി കൺസ്ട്രക്ഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ പരിചയപ്പെട്ട വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിനടുത്തായിട്ടാണ്. മെഡിക്കൽ കോളേജിൽ നിന്നും വെറും 2.5 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നിങ്ങൾക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ ഓരോ ഡിസ്റ്റൻസ് നോക്കണമെങ്കിൽ ഏറ്റവും എളുപ്പം HMT ജംഗ്ഷൻ വെച്ചിട്ട് നോക്കാനായിരിക്കും. വെറും 5 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിൽ നിന്നും HMT ജംഗ്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഞാൻ ഇതിന്റെ ലാൻഡ് അളവൊക്കെ പറഞ്ഞിരുന്നു. 3 സെന്റ് ആണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. 1500 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 3 സെന്റ് ഓഫ് ലാൻഡിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 BHKയോട് കൂടി ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ നമുക്ക് ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് നമുക്ക് ഇവിടെ ഒരു വെല്ലുണ്ട്, കിണറുണ്ട്. അതുകൂടാതെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് KWയുടെ വാട്ടറും കൂടിയാണ് ഇവിടെ ഉള്ളത്. ഈ മനോഹരമായ വീട് ഉദ്ദേശിക്കുന്ന പ്രൈസ് 60 lakhs ആണ്. 60 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ്. മാർബിൾ ഹോംസിന്റെ ഡിസ്കൗണ്ടും കൂടെ വരുമ്പോൾ നല്ലൊരു റേറ്റിൽ നിങ്ങൾക്ക് ഈ വീട് മാർബിൾ ഹോംസിലൂടെ മാത്രമാണ് ഈ ഒരു പ്രൈസിൽ സ്വന്തമാക്കാൻ പറ്റുന്നത്. അപ്പോൾ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അതുകൂടാതെ നമുക്ക് ഇതിനകത്ത് ഇടുന്ന വീടുകളല്ലാതെ വേറെ ഒരുപാട് വീടുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് വേണ്ട ലാൻഡ് അളവിലും നിങ്ങൾക്ക് വേണ്ടുന്ന ബഡ്ജറ്റിലും ഒരുപാട് വീടുകൾ നമ്മുടെ കയ്യിലുണ്ട്. എല്ലാ വീടുകളുടെയും വീഡിയോസ് നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അപ്പം വീഡിയോയിൽ ഇല്ലാത്ത ഒരു ചോയ്സ് ആണ് നിങ്ങളുടേത്. അതുപോലത്തെ ഒരു വീടല്ല വേണ്ടത്. ലാൻഡ് കൂടിയ ഒരു വീട് അല്ലെങ്കിൽ കുറഞ്ഞ വീടാണ് വേണ്ടതെങ്കിൽ പോലും, അതിൽ റീസെയിൽ വീടുകളാണെങ്കിൽ പോലും തീർച്ചയായിട്ടും മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള സ്പെഷ്യൽ ഡിസ്കൗണ്ട് റേറ്റുകളൊക്കെ മാർബിൾ ഹോംസിലൂടെ പർച്ചേസ് ചെയ്യുന്ന വീടുകൾക്ക് മാത്രമാണ് കിട്ടുക. അത് മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതുപോലുള്ള വീഡിയോകളുമായി ഇനിയും വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ മാർബിൾ ഹോംസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.